Hi friends, welcome to Pradap G-Tech. Redmi Note 7 Pro, Realme 3Pro. ഇതിൽ ഏതാണ് ഒരു നല്ല ഫോൺ? ഒന്ന് സെലക്ട് ചെയ്യാൻ നോക്കിയാൽ അങ്ങനെ പറ്റുക. Realme 3 Proയുടെ മാധവസത്ത് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ Realme 3 Pro ബെറ്റർ ആണ് Redmi Note 7 Proയേക്കാൾ. Redmi Note 7 Proയുടെ മനുക്ക് മാർജിൻ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? കുറച്ച് സെൽഫി ക്യാമറ ബെറ്റർ ആണ്, കുറച്ച് ചാർജിങ് സ്പീഡ് കൂടുതലുണ്ട്. ഇതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും Redmi Note 7 Pro ആണ് ബെറ്റർ എന്നാണ്. നമുക്ക് എന്തായാലും ഇതിനകത്ത് ഏതാണ് ബെറ്റർ ആയ ഒരു ഫോൺ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഒന്ന് വിലയിരുത്താം. ആദ്യമായിട്ട് നമുക്ക് Redmi Note 7 Proയിലും Realme 3 Proയിലും ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന 2-3 കാര്യങ്ങളെ ഒന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാം. ഡിസ്പ്ലേ രണ്ടിലും 6.3 ഇഞ്ച് LCD ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. നല്ല ഡിസ്പ്ലേ, വാട്ടർ ഡ്രോപ്പ് നോച്ച് അല്ലെങ്കിൽ ഡ്യൂ ഡ്രോപ്പ് നോച്ച് എന്ന് പറയുന്നത് Realme 3 Proയിൽ, ഡോട്ട് നോച്ച് എന്ന് പറയുന്നത് Redmi Note 7 Proയിൽ. കാണാൻ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ് ലുക്ക്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെ. ഡിസ്പ്ലേ കോമൺ ഘടകമാണ്. ബാറ്ററി രണ്ടിലും 4000 mAh ആണ്. Realme 3 Proയിൽ 4045 mAh ഉണ്ട്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. അതൊരു കോമൺ ഘടകത്തിൽ പെടുത്താം. രണ്ടും 4000 mAh. അത് നമുക്ക് മാറ്റി നിർത്താം. പിന്നെ ഒരു കോമൺ ഘടകം എന്ന് പറയുന്നത് പ്രൊസസ്സറാണ്. ശരിക്കും ഇത് കോമൺ അല്ല. സ്നാപ്ഡ്രാഗൺ 625 ക്രയോ 460 സെറ്റപ്പിലാണ് വരുന്നത്. കുറച്ച് പവർ കൂടുതലാണ്. AnTuTu ബെഞ്ച്മാർക്ക് സ്കോർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിട്ട് കാണും. പക്ഷേ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്നാപ്ഡ്രാഗൺ 710 ഇരിക്കുന്ന ആ ഒരു 710 എന്ന് പറയുന്ന പ്രൊസറിൽ അഡ്രീനോ എന്ന് പറയുന്ന 616 GPU ഉണ്ട്. അഡ്രീനോ GPU 616 ആണ്. നമ്മുടെ 675 612 ആണ്. ഈ GPU കുറച്ച് പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ക്രയോ 460 ഇല്ല, പകരം ക്രയോ 360 ആണെങ്കിലും ഇതിനും നല്ല പവർ ഉണ്ട്. അപ്പോൾ ഈ രണ്ടും റിയൽ ലൈഫിൽ ഒരുപോലെ പെർഫോം ചെയ്യും. അതായത് ഒരു ഗെയിം നമുക്ക് PUBG ഇന്നൊരു സെറ്റിംഗ്സിൽ കളിക്കാൻ പറ്റുമെങ്കിൽ രണ്ട് പ്രൊസറിലും ഒരേപോലെ പെർഫോം ചെയ്യും. അതേപോലെ ഏതെങ്കിലും ഒരു ഗെയിം ഇതിൽ സപ്പോർട്ട് അല്ലെങ്കിൽ പെർഫോം ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടിലും ഒരുപോലെ പെർഫോം ചെയ്യില്ല. അതായത് ഫ്രെയിം ഡ്രോപ്പും കാരണം വരുന്നുണ്ടെങ്കിൽ രണ്ടിലും ഒരുപോലെ വരും. അപ്പോൾ പെർഫോമൻസിന്റെ മേഖലയിലേക്ക് വന്നാൽ റിയൽ ലൈഫിൽ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ക സെയിം എന്നല്ല, കുറച്ച് ബെറ്റർ 675 ആണ്. ഗെയിമിങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് സ്മൂത്ത്നെസ് 710 വരും. അതൊക്കെ സ്ലൈറ്റ് ഡിഫറൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും ഓൾമോസ്റ്റ് ഒരു കോമൺ ഘടകത്തിൽ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യാസങ്ങൾ. Redmi Note 7 Proയിലേക്ക് വരുമ്പോൾ നല്ല ഡിസൈനും നല്ല പെർഫോമൻസും നല്ല ക്യാമറയും നല്ല ബാറ്ററിയും നല്ല വാല്യൂ ഫോർ മണി ആയ പ്രൊഡക്റ്റ് ആണ്. Realme 3 Proയെ അപേക്ഷിച്ച് രണ്ട് കാര്യങ്ങൾ ഇതിൽ പ്ലസ് പോയിന്റുകളുണ്ട്. ഒന്ന്, റിയർ സൈഡിലെ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ. അവിടെ ഗ്ലാസ് ഡിസൈൻ ആണ്, Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. Realme 3 Proയിൽ അത് പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. Type C പോർട്ട് വരുന്നുണ്ട്. Realme 3 Proയിൽ മൈക്രോ USB ആണ്. ഇവിടെ നമുക്ക് നല്ല Type C പോർട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയപ്പോൾ എല്ലാ ഫോണുകളും വരാൻ പോകുന്നതൊക്കെ ഈ ഒരു സംഭവം കൊണ്ടാണ്. അപ്പോൾ എന്തായാലും കുറച്ച് യൂസ്ഫുൾ ആയ Type C പോർട്ട് ഇവിടെയാണുള്ളത്. അപ്പം നല്ലൊരു ഫോൺ. അതിൻ്റെ ഒപ്പം ഈ രണ്ട് കാര്യങ്ങൾ Realme 3 Proയേക്കാൾ ബെറ്റർ ആണ്. രണ്ട് മൈനസ് പോയിന്റ് കൂടിയുണ്ട്. മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ്. അതേപോലെ ഇതിനകത്ത് നമുക്ക് ചാർജർ, ക്വിക്ക് ചാർജ് പ്ലസ് സപ്പോർട്ട് ചെയ്യും. പക്ഷേ ചാർജർ ഇതിൻ്റെ ഒപ്പം വരുന്നുമില്ല, വാങ്ങിക്കാനും കിട്ടാനില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് മൈനസ് പോയിന്റ്. അപ്പോൾ നല്ലൊരു ഡിവൈസ്, നല്ല Type C പോർട്ട്, Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ. മൈനസ് ആയിട്ട് ഈ പറയുന്ന ക്വിക്ക് ചാർജ് 4+ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ, സംഭവം കിട്ടാനില്ല. അപ്പം ഹൈബ്രിഡ് സിം സ്ലോട്ട്. അപ്പോൾ ഇതാണ് Note 7 Proയുടെ പ്ലസ് ആൻഡ് മൈനസ്. Realme 3 Proയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലസ് ആൻഡ് മൈനസ് നോക്കിയാൽ പോസിറ്റീവ് സൈഡിൽ Note 7 നല്ല ഡിസൈനും നല്ല പെർഫോമൻസും ക്യാമറയും ബാറ്ററിയും എല്ലാം ഉണ്ട്. നല്ല വാല്യൂ ഫോർ മണിയാണ്. Redmi Note 7 Proയെ അപേക്ഷിച്ച് പ്ലസ് പോയിന്റുകളായിട്ട് വരുന്ന കാര്യങ്ങൾ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 2 സിമ്മും മെമ്മറി കാർഡും സപ്പോർട്ട് ചെയ്യും. അതേപോലെ ക്യാമറ സെറ്റപ്പിൽ സൂപ്പർ സ്ലോ മോഷൻ 960 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുന്ന സൂപ്പർ സ്ലോ മോഷൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ചിന്തിക്കും Redmi Note 7 Proയിൽ 48 മെഗാപിക്സൽ സപ്പോർട്ട് ചെയ്യില്ല. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. IMX586 വ്യത്യസ്തമാണ്. അതൊരു വലിയൊരു ഘടകമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം ഇവരിപ്പോൾ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ അൾട്രാ HD മോഡൽ 64 മെഗാപിക്സലിന്റെ ഇമേജ് വരെ എടുക്കാൻ സാധിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂടിയ റെസൊല്യൂഷനും മാർക്കറ്റിംഗ് ടേംസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. പകരം ക്വാളിറ്റി, ക്യാമറയുടെ ക്വാളിറ്റി നമുക്ക് റിയൽ ലൈഫിൽ ടെസ്റ്റ് ചെയ്ത് അറിയേണ്ട കാര്യമാണ്. പ്രോഡക്റ്റ് കയ്യിൽ കിട്ടി കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ കാണിച്ചു തരാം. അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു നോക്കാം. എങ്കിലും ഫീച്ചർ വൈസ് 960 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയുന്ന സൂപ്പർ സ്ലോ മോഷൻ കേപ്പബിലിറ്റി അത് തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു സംഭവമാണ്. അത് Realme 3 Proയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററിയുടെ ഭാഗത്ത് വൂക്ക് ചാർജിങ് എന്ന് പറയുന്ന നല്ലൊരു ചാർജിങ് ടെക്നോളജി നമുക്ക് Realme 3 Proയിൽ കിട്ടുന്നുണ്ട്. ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ചാർജിങ് ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് Realme 3 Proയുടെ പ്ലസ് പോയിന്റുകൾ. മൈനസ് പോയിന്റിലേക്ക് നോക്കിയാൽ റിയർ സൈഡ് പ്ലാസ്റ്റിക് ഡിസൈൻ മൈനസ് പോയിന്റ് തന്നെയാണ്. Redmi Note 7 Proയിൽ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. അതിന്റെ ക്വാളിറ്റി നമ്മൾ കാണിച്ചു. ഒരു മാസത്തെ റിവ്യൂ നമ്മൾ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാസമായിട്ടും സ്ക്രാച്ചിങ് കാര്യമൊന്നും ഇല്ല. നല്ലൊരു സ്ട്രോങ് ആയ റിയർ സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ ആയിട്ട് നല്ലൊരു സ്ട്രോങ് ആയ ഫോണാണ്. Realme 3 Proയിലേക്ക് വരുമ്പോൾ പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. സ്ക്രാച്ച് ഒക്കെ വീഴാൻ സാധ്യതയുണ്ട്. അതേപോലെ മറ്റൊരു മൈനസ് പോയിന്റ് ആയിട്ട് വരുന്നത് മൈക്രോ USB പോർട്ടാണ്. Type C പോർട്ട് എന്ന് പറയുന്ന സംഭവം ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ രണ്ട് മൈനസ് പോയിന്റ്. ഇപ്പോൾ നമുക്ക് രണ്ട് ഫോണുകളുടെയും പ്ലസ് ആൻഡ് മൈനസ് മനസ്സിലായി. നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണാം. ഇത് രണ്ടും ഞാൻ സൈഡ് ബൈ സൈഡ് വെച്ചിരിക്കും. ഇനി നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
നമ്മൾ കണ്ടമാനം ടൈപ്പ് സി പോർട്ട് മനസ്സിലാക്കി അത് യൂസ് ചെയ്യുന്ന ആളാണ്, അതിന്റെ ഗുണങ്ങൾ അറിയുന്ന ഒരാളാണ്, നമുക്കത് ഗംഭീര യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ Redmi Note 7 Pro ആണ് ബെറ്റർ. ഫോണിൽ കേസ് ഇടാതെ പ്യുവറായിട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും Redmi Note 7 Pro തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കുക. ഒപ്പം തന്നെ നമുക്ക് ഈ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കിട്ടില്ല എന്നും അതേപോലെ ബുക്ക് ചാർജിങ് അല്ലെങ്കിൽ നല്ലൊരു ചാർജിങ് ഫെസിലിറ്റി കിട്ടില്ല എന്നും അറിഞ്ഞുകൊണ്ട് Redmi Note 7 Pro എടുക്കാം. Redmi Note 7 Pro നല്ല ഫോണാണ്, വാല്യൂ ഫോർ മണിയാണ്. നല്ല ഡിസൈനും പെർഫോമൻസും ബാറ്ററിയും എല്ലാം, ക്യാമറ സെറ്റപ്പ് അടക്കം 48 മെഗാ പിക്സൽ എന്ന് പറയുന്ന IMX 586 സപ്പോർട്ട് ചെയ്യുന്ന നല്ല ക്യാമറ സെറ്റപ്പ് അടക്കമുള്ള കിടിലൻ ഫോണാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് Note 7 Pro എടുക്കാം. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് 2 സിമ്മും മെമ്മറി കാർഡും യൂസ് ചെയ്യണം, സൂപ്പർ സ്ലോ മോഷൻ പോലുള്ള ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ആവശ്യമാണ്, അതേപോലെ ബുക്ക് ചാർജിങ് നല്ല ഫാസ്റ്റ് ചാർജിങ് സംവിധാനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണം, അത് യൂസ്ഫുൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഒപ്പം തന്നെ ടൈപ്പ് സി പോർട്ട് ഇല്ലെങ്കിലും മൈക്രോ USB വെച്ചാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ, Gorilla Glass 5 ഇല്ലെങ്കിലും കേസ് ഇട്ടാലും പ്രശ്നം സോൾവ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും Realme 3 Pro ബെറ്റർ ആയ ഒരു ഫോണായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരു ഏകദേശ ധാരണ വന്നില്ലേ, രണ്ടിൻ്റെയും പ്ലസ് എന്താണ് മൈനസ് എന്താണ്? നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഘടകങ്ങൾ എന്ന് നോക്കിക്കൊണ്ട് കൂടുതൽ താല്പര്യമുള്ള വിഷയം ഏത് ഫോണിലാണ് വരുന്നത് ആ ഫോൺ എടുത്താൽ നിങ്ങളുടെ കാര്യം നടക്കും. ഇതിൽ നിന്ന് ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും എന്നോട് അടുത്ത ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത കമന്റിൽ തന്നെ ചോദിച്ചേക്കരുത് നിങ്ങൾ ഏത് സജസ്റ്റ് ചെയ്യുമെന്ന്. കാരണം ഇത് രണ്ടും നല്ല വശങ്ങളുള്ള ഫോണുകൾ തന്നെയാണ്. രണ്ടിനും ചെറിയ ചെറിയ മൈനസ് പോയിന്റുകൾ അപ്പുറത്തും കാണാം, ഈ 2 മൈനസ് പോയിന്റുകൾ. പക്ഷെ അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷൻ വെച്ചുള്ള ഒരു കമ്പാരിസൺ ആണ്. Realme 3 Proയുടെ വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ ഒരു കമ്പാരിസൺ ചെയ്താൽ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തീരുമാനമെടുക്കാൻ, രണ്ടും ഒരുപോലെ പവർഫുൾ ആയ ഫോണുകളായതുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ഒരു സഹായത്തിന് വേണ്ടി മാത്രം സ്പെസിഫിക്കേഷൻ വെച്ച് ഒരു ചെറിയ കമ്പാരിസൺ പോലെ ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ഡീറ്റെയിൽഡ് ആയ കമ്പാരിസണും മൈന്യൂട്ടായ എല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയ കമ്പാരിസണും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷം വൃത്തിയായിട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും അത്തരം വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം, ബെൽ ബട്ടൺ മറക്കാതെ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം, എങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കാണാം.